എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേയായി ആഗ്രഹിക്കുന്നു കർണാടക പോകണമെന്ന്, അതായത് മൈസൂര് പോകണമെന്ന്. അപ്പോൾ നമ്മളിന്ന് മൈസൂര് പോകാൻ തീരുമാനിച്ച് ഞാനും ഇമ്മയും വാപ്പിയും ഞങ്ങൾ 3 ആളാണ് പോണത്. നമ്മൾ പോണത് നമ്മളെ കാറിലാണ് പോണത്. നമ്മളതാ ഈ കാറിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിട്ടോ. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ പോണ സമയത്ത് നല്ല മഴയാണ്. സമയം ഏകദേശം ഒരു 10-10:30 ആയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ പോണ നേരത്ത് ഒടുക്കത്തെ മഴയാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്ഥലമാണ് എൻ്റെ ഹോമിൻ്റെ അടുത്തുള്ള മിനി ടൗണ് വരുന്നത്. മെയിൻ ടൗണ് മണ്ണാർക്കാടാണ്. ഇതാണ് ഞങ്ങളെ മെയിൻ ടൗണ്. മെയിൻ ടൗണിൻ്റെ താഴെ ഭാഗമാണ് ഇത്. നമ്മളെ വണ്ടി കുറേ കാലമായി എടുക്കാതെ വെച്ചിട്ട്, അതുകൊണ്ട് തന്നെ ടയറിൽ എയർ വളരെ കുറവായിരുന്നു. പ്രഷർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 3 പുള്ളി 4 പുള്ളിയോളം ഏകദേശം കുറവാണ്. അപ്പോൾ നമ്മളതൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഈ വാച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും വണ്ടിയിലിരിക്കുന്നുണ്ട്, പ്രാവശ്യം ചെന്നപ്പോഴും വണ്ടിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു അത് സിസ്റ്ററെ വാച്ചാണെന്ന്. അപ്പോൾ ഒരു കൗതുകത്തിന് ഞാനും എടുത്ത് കൈ കെട്ടി. മഴ ഏകദേശം കുറഞ്ഞു. ആകാശം ഇങ്ങനെ ഇരുണ്ട് നിൽക്കുക മാത്രമേ ഉള്ളൂ. ചെറിയൊരു മഴ ചാറ്റൽ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ പാലക്കാട് ഡിസ്ട്രിക്ട് ക്രോസ് ചെയ്ത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ദൂരെ ആ കാണുന്ന മല, ആ മലയുടെ മുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ല കോടമഞ്ഞുണ്ട് അവിടെ. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. അങ്ങനെ നമ്മൾ വഴിക്കടവെത്തി. വഴിക്കടവിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 1000 രൂപയ്ക്ക് എണ്ണ അടിച്ചു. നമ്മുടെ വണ്ടിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഏകദേശം 2000 രൂപയുടെ എണ്ണ ഉണ്ട്. പിന്നെ ഒരു റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വീണ്ടും ഒരു 1000 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, എണ്ണ അടിച്ചു. വണ്ടി വന്നപ്പോഴത്തെ പോലൊന്നല്ല, രാവിലെ അങ്ങനെ കഴുകിയതാ. നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ ജിയോൻ്റെ പമ്പിൽ നിന്ന് നമ്മൾ എയർ ചെക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ വഴിക്കടവ് എത്തിയപ്പോൾ അതായത് റൈറ്റ് സൈഡിലെ ടയറിൽ വീണ്ടും കുറവാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ടയർ നല്ല അടിയടിക്കുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ചെക്ക് ചെയ്യാമെന്ന് കരുതി. നോക്കുന്ന സമയത്ത് തന്നെ എയർ വളരെ കുറവായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഒന്നുകൂടി ചെക്ക് ചെയ്തു. നമുക്ക് ഏകദേശം വീട്ടിൽ നിന്നും മൈസൂർ വരെ പോകാൻ 6 മണിക്കൂർ നേരത്തെ ഡ്രൈവിങ് വരുന്നുണ്ട്. 6 മണിക്കൂർ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ കഴിയില്ല. 221 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ കാണുന്നത്. നമുക്കൊരിക്കലും ഈ 6 മണിക്കൂർ കൊണ്ട് ഒരിക്കലും മണ്ണാർക്കാട്ടിൽ നിന്ന് മൈസൂർ പാലസ് വരെ നമുക്ക് എത്താൻ കഴിയില്ല. 100% ഉറപ്പാണ്. 221 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ പോകുന്നത് ഫുള്ള് ഫോറസ്റ്റ് റൂട്ടാണ്, 80%. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ 6 മണിക്കൂറിലധികം വരികയും ചെയ്യും. 221 കിലോമീറ്റർ ഉണ്ട്. ഈ 221 കിലോമീറ്ററും ഞാൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് ഡ്രൈവ് ചെയ്യണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് ഒറ്റ പോക്ക് പോകാൻ കഴിയില്ല. പിന്നെ മാക്സിമം പല ഭാഗങ്ങളിലും നിർത്തി വിശ്രമിച്ചിട്ടാണ് പോയത്. ഒറ്റ പോക്കിന് പോയിട്ടില്ല, കഴിയില്ല.
അങ്ങനെ എയർ ചെക്ക് ചെയ്യലും എണ്ണ അടിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ചുരം കയറാൻ പോവുകയാണ്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെങ്കിലും ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഹോട്ടൽ കിട്ടി, ഒരു നാടൻ ഹോട്ടൽ, ഒരു വനിതാ മെസ്സ്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് വരാൻ വേണ്ടി ഇല വിരിച്ച് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി വന്ന് കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമുക്ക് നല്ല നാടൻ ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, സദ്യ. അപ്പം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കിയിട്ട് ഞാൻ നിങ്ങളേക്ക് പറയാം. ഓക്കെ. ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളെ മുന്നിലുള്ള ദൗത്യം ചുരം കയറി മുകളിലോട്ട് പോവുക എന്നുള്ളതാണ്. ഫൈനലി നമ്മളങ്ങനെ ചുരം കയറ്റം തുടങ്ങി. അതായത് ഈ ചുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാടുകാണി ചുരം, അതായത് തമിഴ്നാടും കേരളത്തിനെയും ബന്ധിപ്പിക്കുന്ന, ബോർഡർ പങ്കിടുന്ന, അതിർത്തി പങ്കിടുന്ന ഒരു ഏരിയയാണ് ഈ രണ്ട് സ്ഥലങ്ങളും വരുന്നത്. ആ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ പകുതി ഭാഗത്തോളം കേരളവും പകുതി ഭാഗത്തോളം തമിഴ്നാടുമാണ്. ഞങ്ങൾ കയറുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല കോടയുണ്ട്. അതായത് ഏകദേശം ഉച്ച 12-12:30 1 മണി ആ സമയത്താണ് നമ്മൾ കയറുന്നത്. മഴയുടെ സമയമാകൊണ്ടാണോ ഇത് മറ്റെന്തെങ്കിലും കാരണത്താലാണോ എന്നറിയില്ല. അത്യാവശ്യം ചെറിയ രീതിയിൽ കോടയുണ്ട്, നല്ല തണുപ്പുമുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ വരാറുണ്ട് കേട്ടോ, ഈ നാടുകാണി ചുരത്തിലൂടെ. അതുകൊണ്ട് എല്ലാ ഭാഗത്തും നിർത്തിയിട്ടൊന്നും എല്ലാ വ്യൂ ഒന്നും നമ്മൾ നോക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളധികം ഊട്ടി പോണ സമയത്തും ഈ വഴി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇതിലും വലിയ കാഴ്ചകൾ കാണാനാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ സ്ഥിരം കാണുന്നത് നമ്മൾ ഒന്ന് ഒഴിവാക്കി. എന്തായാലും മെയിൻ ഭാഗത്തൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ.
ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്ഥലം ഇത് ഒരുപാട് റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പലർക്കും പരിചയം ഉണ്ടാവും. ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ. അതായത് ഇപ്പോൾ നമ്മൾ ഈ പുതിയ റൂട്ടിലോട്ട് കയറിയവർക്ക് നമ്മൾ എന്ത് ചെയ്തു, തമിഴ്നാട് ബോർഡറിലോട്ട് കയറി. നമ്മൾ കേരള, തമിഴ്നാട്, കർണാടക 3 സ്റ്റേറ്റിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു ടോൾ പിരിവുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഇവിടെ വണ്ടി സൈഡാക്കിക്കണം. ടോൾ ബൂത്തൊന്നും കാണാൻ കഴിയില്ല. അതായത് നമ്മളിപ്പോൾ തമിഴ്നാട് കയറിയ ഫസ്റ്റ് അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ചെറിയൊരു ടോൾ കൊടുക്കണം. അതായത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻട്രി ഫീസ് എന്നാണ്. 30 രൂപയാണ് നമുക്ക് എൻട്രി ഫീസ് വരുന്നത്. നാടുകാണി എക്കോ ടൂറിസമാണ് ഇപ്പോൾ അത്. ഞാൻ പോയിട്ടില്ല. ആരെങ്കിലുമൊക്കെ പോയിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ 30 രൂപ നമ്മൾ ടോൾ കൊടുത്തിട്ട് നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറി. ഇതാണ് മറ്റേ കണ്ണൂർ റോഡാണ്. കുന്നൂരല്ല, കണ്ണൂര് അങ്ങനെ അങ്ങോട്ടുള്ള റോഡാണ് അല്ലേ? മലപ്പുറം, സുൽത്താൻ ബത്തേരിയൊക്കെ അങ്ങനെയാണ് തോന്നുന്നത് എന്റെ കാഴ്ചപ്പാട്. നമ്മള് നാടുകാണിയാണ് ശരിക്കും. പന്തല്ലൂർക്ക് 11 കിലോമീറ്റർ, അപ്പം മഞ്ചേരിക്കുള്ളല്ലേ. അപ്പോൾ ഇപ്പൊ അങ്ങനെയാണ് നമ്മള് ശരിക്കും നാടുകാണിയാണ്. റോഡ് തന്നെയല്ലേ. നമ്മള് പോകുമ്പോ മറ്റേ മുതുമലല്ലേ, ടൈഗർ റിസർവ്, അന്ന് നമ്മള് കണ്ടില്ലേ? നമ്മള് പോകുന്ന നല്ല കിഡിലെന്നാലും ഫോട്ടോ അടിക്കണം. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രൈവിങ്ങിൻ്റെ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ട്, സ്റ്റോറി ഇടാറുണ്ട്. അതേമാതിരി യൂട്യൂബിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇടും. അപ്പോൾ പലരും കാണുമ്പോൾ പറയും, ഓ ഇഞ്ച് വലിയ ആറ്റിറ്റ്യൂഡ് ഡ്രൈവറല്ലേ അറിയും. ശരിക്കും ഞാനൊരു ആറ്റിറ്റ്യൂഡ് ഡ്രൈവർ ആണോ? നിങ്ങൾ പറ, കമൻറ്റ് ചെയ്യും. ചുരം കയറി വന്ന് ചുരെല്ലാം അവസാനിച്ചു. ഇനി സ്ട്രൈറ്റ് റോഡാണ്. അപ്പോഴാണ് നല്ല തണുപ്പും നല്ല കോടമഞ്ഞും. നമ്മളെത്താണെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന കട്ടൻ ചായ ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കി കുറച്ച് കട്ടൻ ചായ കുടിക്കാൻ പോവുകയാണ്. നല്ല കട്ടൻ ചായ, മുറുക്ക്, പുറത്തത്തെ ആ ഫീല്, ആ തണുപ്പ്, ചെറിയ ചെറിയ മഴ ഇങ്ങനെ തുള്ളിയിടുന്നുണ്ട്. ഓ, ആ സമയത്ത് ഇങ്ങനെ ഒരു ചായ ഇങ്ങനെ ആസ്വദിച്ച്, അത് നമ്മളെ വണ്ടിയിലിരുന്ന് ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ്.
ഓട്ടോറിക്ഷകൾ ഏകദേശം ഇന്ത്യയിൽ പല ഭാഗത്തും ഇങ്ങനെയൊക്കെ തന്നെ. സിഗ്നലും ഇല്ല, ലൈറ്റും ഇല്ല, വൺ വേ ആണ്. വരിക, കയറുക, പോവുക. മുട്ടേ തട്ടേ ചെയ്താൽ നമ്മൾ അനുഭവിക്കുക. എല്ലാവരെയും കാര്യമല്ല പറഞ്ഞത്. ചില്ലർ ചെയ്യുന്നതാണ് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടായി മാറുന്നത്. അതൊക്കെ കഴിഞ്ഞുണ്ട് ഒരു കാറുകാരൻ നമ്മൾ അവൻ്റെ തൊട്ട് ബാക്കിലാണ്, റോട്ടിൽ നിൽക്കുമ്പോഴാണ് ഓനാ കയറിപ്പോണത്. ഒന്നാമത് ഈ ചില ഭാഗത്തൊക്കെ പോകുമ്പോൾ കേരള വണ്ടി കാണുമ്പോൾ ആ നാട്ടിലുള്ളവർക്ക് ഒരു പുച്ഛാണ്. പലപ്പോഴും രാത്രിയൊക്കെ തമിഴ്നാട് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൈറ്റ് ഡിമ്മില്ലത് ബ്രൈറ്റ് ഡിമ്മോ ഒന്നുമില്ല. ഞാൻ വീണ്ടും പ്രത്യേകം പറയുന്നു, എല്ലാവരെയും കാര്യമല്ല, ചിലരുടെ കാര്യം. ചിലരാണ് ഇതൊക്കെ ഇങ്ങനെ ആക്കി മാറ്റണത്. അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായി മാറും. അതാണ് അതിലുണ്ടാവാൻ പോകുന്ന യാഥാർത്ഥ്യം. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഗൂഡല്ലൂർ മെയിൻ ടൗണ് വരുന്നത്. ഇതാണ് ഗൂഡല്ലൂരിൻ്റെ മെയിൻ ഭാഗം. മൈസൂര് 108 കറക്റ്റാണ്. അതാണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡാണ് അഥവാ കാണുന്നത്. നമ്മൾ സ്ട്രൈറ്റ് ആണ്, കറക്റ്റാണ്. ഈ ബോർഡുകൾ കുറേ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ധൈര്യപൂർവ്വം പോവാം. ഇതിപ്പോ നമ്മള് പോണതില്ല, ഊട്ടി റോഡ് തന്നെയാണ്. ഇത് മാറ്റമൊന്നുമില്ല. അതിന്റെ റോഡുകൾ ജോയിന്റ് വരുന്നിടത്താണ് ഇത് കാര്യമായിട്ട് വേണ്ടത്. അങ്ങനെ നമ്മൾ തമിഴ്നാട് എത്തിയിട്ട് ഫസ്റ്റ് മഴ, ഗൂഡല്ലൂർ നമുക്ക് കിട്ടിയ ഫസ്റ്റ് മഴയാണ്. തമിഴ്നാട്ടിൽ നമുക്ക് കിട്ടിയ ആദ്യത്തെ മഴ. അത്യാവശ്യം നല്ല മഴയുണ്ട്. അങ്ങനെ നമ്മൾ ആ ഫസ്റ്റ് മഴ നമ്മൾ നനഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ബന്ദിപ്പൂര് മുണ്ടുമല ഈ ഫോറസ്റ്റിൻ്റെ അടിയിൽ കൂടെ പോകുന്ന യാത്രയാണ്. ഒരുപാട് അനിമൽസിനെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കാണാൻ പറ്റിട്ടോ. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.